നമ്മൾ മഹേഷ് ഭായിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അത് കണ്ടില്ല നിങ്ങള്, ഒരഞ്ഞ് പതഞ്ഞ് വരുന്ന നീലക്കടലുള്ള കടൽ. ന്യൂസ പെനിഡയിലെ ബ്രോക്കൺ ബീച്ചിലാണുള്ളത്. നമസ്കാരമുണ്ട് ഗൈസ്. നമ്മുടെ ബാലി സീരീസിലെ 3-ാം ഭാഗമാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ ബാലി സീരീസ് എനിക്ക് അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. 2 ഭാഗം കൊണ്ട് അവിടെ നിർത്തേണ്ടി വന്നു. ഏകദേശം 2 വർഷം മുന്നെയാണ് നമ്മൾ ഇന്തോനേഷ്യയിലെ ബാലിയിൽ പോയത്. ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങിയിരുന്നു. പക്ഷെ ആ വീഡിയോ ഇടാനുള്ള മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ടച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാലി സീരീസ് എങ്ങനെയെങ്കിലും തീർക്കാനുള്ളൊരു ബദ്ധപ്പാടാണ്. നമ്മൾ മഹേഷ് ഭായിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ഫൈനലി ബാലി മഹേഷ്. സത്യം പറഞ്ഞാൽ പാലക്കാട്ടുകാരനായ ഈ മഹേഷ് ഭായിനെ നമുക്ക് വളരെ യാദൃശികമായിട്ടാണ് ബാലിയിൽ നിന്ന് കണ്ടു കിട്ടുന്നത്. പാലക്കാട്ടുകാരനായ മഹേഷ് പിന്നെ എങ്ങനെ ബാലിക്കാരനായി എന്നുള്ളതൊക്കെ നമുക്ക് കഥ പിന്നീട് പറയാം. നല്ല ലവ് സ്റ്റോറിയൊക്കെ പിന്നിലുണ്ട്. നമ്മളിനി ന്യൂസ പെനിഡ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് പോവുകയാണ്. ഇവിടേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നത് മഹേഷ് ഭായിയാണ്. രാവിലെ 8:30 മണിക്ക് നമ്മളിവിടെ റിപ്പോർട്ടായിരുന്നു. ന്യൂസ പെനിഡയിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഫെറി സർവീസിൽ പോകാണ്ട് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി തിരിച്ച് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരണം. ഗണേഷ് ഗണേശ എക്സ്പ്രസ്. ഏകദേശം ഒരു 9:30 മണിയായപ്പോഴേക്കും നമ്മൾ ന്യൂസ പെനിഡയിൽ എത്തിയിരുന്നു. ഇവിടെയും കറങ്ങാനുള്ള ബൈക്ക് മഹേഷ് ഭായി അവിടെ നിന്ന് വിളിച്ച് സെറ്റാക്കിയിരുന്നു. ഇവിടെ ബൈക്കില്ലെങ്കിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ന്യൂസ പെനിഡ അങ്ങനല്ല, ന്യൂസ പെനിഡ അങ്ങനല്ല ഇതിന്റെ ഇത് പറഞ്ഞത്. ഈ ഐലൻഡിലെ റോഡുകൾക്ക് ഈ ഒരു കാണുന്ന വീതി ഉണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാർ അങ്ങനെ റെൻ്റെടുത്ത് പോവുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചിലയിടത്ത് ഭയങ്കര ട്രാഫിക്. ഏകദേശം 1/2 മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ നമ്മൾ അത്ഭുതകരമായ ന്യൂസ പെനിഡയിലെ ക്ലിങ്കിങ് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ന്യൂസ പെനിഡയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ക്ലിങ്കിങ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ മക്കളെ കാണാൻ വേറെ ജാതി വൈബാണ്. തീരത്ത് വെളുത്ത മൃദുവായ മണൽ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം, പ്രകൃതിദത്തമായ നീലക്കടലാലും പച്ചപ്പുകളാൽ അലങ്കരിച്ച മറ്റൊരു ലോക പാറക്കൂട്ടങ്ങളാലും ചുറ്റപ്പെട്ട ഒരു സ്ഥലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. എന്നാൽ അത്തരത്തിലൊരു വർണ്ണാഭമായ കാഴ്ചയാണ് നിങ്ങൾ ക്ലിങ്കിങ് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. എന്നാൽ രസകരമായ ഒരു സംഭവം, ഈ ഇടെയാണ് 2021 ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമബിൾ ആയ പ്ലേസ് ആയിട്ട് ഈ ക്ലിങ്കിങ് ബീച്ചിനെ തെരഞ്ഞെടുത്ത്. ഏകദേശം 26 മില്യൺ ഹാഷ്ടാഗുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇതിന്റെ ഏറ്റവും അടിയിൽ ആ ബീച്ച് പോയി ആസ്വദിക്കാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ച് കയറണമെങ്കിൽ വൈകുന്നേരമായി പോകും. അത്രയധികം പോകാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം ഇവിടെ വേസ്റ്റായി പോകും. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഇത്രയും ഭംഗിയുള്ള സംഗതി എങ്ങനെ നമ്മൾ നാവുകൊണ്ട് വർണ്ണിക്കും. ഈ പടച്ചോൻ്റെ ദുനിയാവിലെ കുതിരത്തുകളൊക്കെ ചില സമയത്ത് ഭയങ്കര അത്ഭുതമാണെന്ന് തോന്നിപ്പോവും. ഇനി ഇവിടെ നിന്ന് തെന്നി മാറി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്രോക്കൺ ബീച്ച് എന്ന് പറഞ്ഞ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. പേരിൽ ബീച്ച് എന്നുണ്ടെങ്കിലും ബ്രോക്കൺ ബീച്ചിൽ പൊതുവെ അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. നല്ല ശക്തിയായ തിരമാലകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് ന്യൂസ പെനിഡയിലെ ബ്രോക്കൺ ബീച്ചിലാണുള്ളത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്. കണ്ടാ ഒരു ലവ് ചിഹ്നം, ഇറങ്ങാൻ പറ്റില്ല ഒന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് മാരക വ്യൂ ആണ്. സീൻ്റെ കളർ തന്നെ ഉണ്ടില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാറുള്ള ഒരു അപാര ഫീലാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. നമ്മുടെ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എഗ്ഗൊക്കെ ഉള്ള വിത്ത് നമ്മളെ ഇന്തോനേഷ്യൻ ചിക്കൻ സാട്ടെ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കുട്ടീന്ന് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ട്രൈ നോക്കാം. സാട്ടെ ബിസ്മില്ലാ.
നല്ല സോസ്, നല്ല സോസ് ആട്ടാ, സ്വീറ്റാണേ. ബാ കോഴിമുട്ട ഉണ്ടല്ലാണ് പോച്ചടാ. വാ ബിസ്മില്ലാ. എന്നിട്ട് ഉപ്പില്ല. ഓ ശോകം. ഫ്രൈഡ് റൈസ് ചിക്കൻ ആട്ടാ. ഡ്രസ്സും പോരാ. സാട്ടെ ചിക്കൻ ഒരു എക്സ്ട്രാ കേട്ടോ. ഇന്തോനേഷ്യ വന്നാൽ മസ്റ്റാണ്. ഇപ്പോൾ രണ്ടോടുന്ന് കഴിച്ചിട്ടും പൊളി സാധനം. മാർവലസ് മാൻ. നമ്മ സീനറിയോ. ഫീൽ ദ നേച്ചർ, ഫീൽ ദ ബ്യൂട്ടി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ. ബ്രോക്കൺ ബീച്ച്, ന്യൂസ പെനീഡ. ഉച്ചനത്തിലൊക്കെ ഇരുന്ന് സെൽഫി എടുക്കുന്ന, സെൽഫി എടുക്കുക. 5000 റുപ്യ എടുക്കണം കേട്ടോ. ഏത് ഇന്തോനേഷ്യൻ റുപ്യ 5000. 55. അത് കണ്ടില്ല നിങ്ങള്, ഒരഞ്ഞ് പതഞ്ഞ് വരുന്ന നീലക്കടലുള്ള കടൽ. ന്യൂസ പെനീഡയിലെ ബ്രോക്കൺ ബീച്ചിൽ നിന്നും ദിശ തത്സമയം. ബൈ. അവിടുന്ന് നമ്മൾ പിന്നെ നേരെ വിട്ടത് ക്രിസ്റ്റൽ ബേ എന്ന് പറയുന്നത് ഒരു ബീച്ചിലേക്കാണ്. വലിയ കാര്യമായിട്ടുള്ള സംഭവം ഒന്നുമില്ല, വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം. പക്ഷെ നമുക്ക് സമയമില്ല, അന്ന് വൈകുന്നേരം തിരിച്ചു പോകാൻ ഫെറി ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ എത്തണം. ന്യൂസ പെനീഡയിൽ നിന്ന് പിന്നീട് നമ്മൾ തിരിച്ചു പോയത് ഉബൂദ് എന്ന് പറയുന്ന ഒരു നഗരത്തേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ലഗേജ് ഒക്കെ മഹേഷ് ഭായ് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യൻ ദ്വീപായ ബാലിയിലെ ഒരു നഗരമാണ് ഉബൂദ്. കലയുടെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായാണ് ഈ നഗരം അറിയപ്പെടുന്നത്. വിനോദസഞ്ചാരം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ വ്യവസായം. അപ്പോൾ നമ്മൾ ഉബൂദിലാണ്. ഉബൂദിൽ വെറുതെ റോട്ടുമ്പോൾ കൂടി ഇങ്ങനെ നടന്നപ്പോൾ കണ്ടതാണ്, ബോർഡ് കണ്ട് കയറിയതാണ്. ഓക്കെ, മർത്തബക്ക് എന്നാണ് പേര്, മർത്തബക്ക് ആയാം. എനിക്ക് തോന്നുന്നത് മുത്തബക്ക് മാരിയാണ് മേയ്ക്കാൻ കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. മുട്ടയാണ് മെയിനായിട്ട്, മസാല ചിക്കന് സ്പെഷ്യലാണ്. 20,000 റുപ്യ, 20,000 ഇന്തോനേഷ്യൻ റിയാൽ. ബിസ്മില്ലാ. രസം കിട്ടാ, അതന്നെ സാധനം തന്നെ. നാട്ടിൽ കിട്ടുന്ന മാതിരി മച്ചോണൈസ് ഒന്നുമില്ല. ഒരു കുക്കുംബർ തന്നു, ഒരു കവറ്. സാധനം രസമുണ്ട്. ചെറിയ പൈസ ഉള്ളൂ, 20,000 ഇന്തോനേഷ്യൻ റുപ്പി. സ്ട്രീറ്റ് ഫുഡ് ചിലതൊക്കെ മാരകാട്ടോ. ഒരു ഐറ്റംസ് കൂടി ഉണ്ട്, ട്രൈ ചെയ്യാൻ ബാക്കിയുണ്ട്. പോവാം. രണ്ടാമത്തെ ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്വീറ്റാണ്, പാൻ കേക്ക് മാരി ത്രങ് ബ്ലാങ്. കിടിലൻ ഫില്ലിംഗ് ആണ്, പീനട്ടൊക്കെ നിറച്ച് വാരിക്ക് ഒരു ചീസൊക്കെ ഇട്ടിട്ടുണ്ട്. ത്രങ് ബ്ലാങ് ചോക്ലേറ്റും. ബിസ്മില്ലാ. ആഹാ, മാവിൽ കുറച്ച് ഉപ്പ് കൂടിയാണ്, എന്നാലും രസമുണ്ട്. സെയിം പാൻ കേക്കിൻ്റെ രസം, നല്ല കട്ടിയുണ്ട് കേട്ടോ. ചെറിയ പൈസ ഉള്ളൂ, 25,000. വാ, പൊളി കാണാം മക്കളെ, പൊളി. ഇന്തോനേഷ്യയിൽ വട്ടപ്പാട്ടിന് കൊണ്ടുപോകണമെന്നുണ്ട് ലോറിയിൽ ആൾക്കാരെ. അലിക്കട്ട കാണുന്നുണ്ട്. വാ, 2 വണ്ടിക്ക് ആൾക്കാരുണ്ട് കേട്ടോ. വട്ടപ്പാട്ട് ടീംസ്. അപ്പോൾ ഇനി ഉബൂദിലെ വിശേഷങ്ങളുമായി നമുക്ക് ബാക്കി മെല്ലെ മെല്ലെ നാളെ പറയാം. ഞാനൊന്ന് ഓർമ്മയിൽ നിന്ന് അയവറുത്തെടുക്കട്ടെ, കുറേ സംഭവങ്ങൾ ടച്ചാ പോയിക്കണേ.